ഉള്ളാള് തങ്ങൾ അവിടുത്തെ ജീവിതം എന്താണ്? ഇൽമിന്റെ അങ്ങേ അറ്റമാണ്. 89 വയസ്സ് പ്രായമായിട്ടും താജുൽ ഉലമ ഉള്ളാള് തങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഹാമിദ് കോയമ്മ തങ്ങൾ ഖുറാ സാദാത്തുക്കൾ ബായാർ സാദാത്തുക്കളെ പോലെ തന്നെ കർണാടകയിലെ ഖുറാ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വപ്രസിദ്ധമായി നിലനിൽക്കുന്ന ഖുറാ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മലയാളികളായ ആളുകളുടെ ലോകത്ത് അറിയപ്പെട്ട ഖുറാ സാദാത്തുക്കൾ. ആ ഖുറാ സാദാത്തുക്കൾ അവിടുത്തെ കാണാൻ വേണ്ടി വരികയാണ്. ആരെയാണ് കാണാൻ വരുന്നത്? വാപ്പയാണ് കാണാൻ വരുന്നത്. ആരാണ് കാണാൻ വരുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ് കാണാൻ വരുന്നത്. സ്വന്തം മകൻ പിതാവിനെ കാണാൻ വേണ്ടി ഉള്ളാളത്ത് വരുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ അന്നേരത്തെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ഏതാണ് ക്ലാസ് എടുക്കുന്ന കിതാബ് എന്നറിയുമോ? ഒന്നുകിൽ ഹംദുള്ളയാണ്, അതല്ലെങ്കിൽ ഖാളിയാണ്. ഉലമാക്കൾ എന്റെ സദസ്സിലില്ലേ, ആലിമീങ്ങൾ എന്റെ മജ്‌ലിസിലില്ലേ? ഹംദുള്ള ഒന്ന് നോക്കാതെ ദർസെടുക്കാൻ കഴിവുള്ള ഏത് ആലിമാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളത്? ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. ഏത് തഹ്ഖീഖുള്ള മുദർരിസായിരുന്നാലും, ഏത് അങ്ങേയറ്റത്തെ ഇൽമുള്ള പണ്ഡിതനായിരുന്നാലും, ഹംദുല്ലാ, ഖാലി തുടങ്ങിയ കിതാബുകൾ മിടുക്കരായ മുതഅല്ലിമീങ്ങൾക്ക് ദർസെടുക്കണമെങ്കിൽ ആ ആലിമ് ഒരു വട്ടമല്ലെങ്കിൽ 2 വട്ടം, ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കിതാബ് നോക്കാതെ ദർസെടുക്കാൻ കഴിയില്ല. എന്നാൽ മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ അന്നേരത്ത് ഈ കിതാബുകൾ ദർസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാകുന്ന മുതഅല്ലിമീങ്ങൾക്ക് മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ ദർസെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിയങ്കരനായ മകൻ ഹാമിദ് കോയമ്മ തങ്ങൾ ഖുറാ സാദാത്തുക്കൾ കയറി വരികയാണ്. ആരാണ് വന്നത്? ഹാമിദ് കോയമ്മയാണ് വന്നത്. ഏത് ഹാമിദ് കോയമ്മ? സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഉള്ളാള് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ മകൻ തീയാടോ, ഓനോട് നിങ്ങൾ കളിക്കണ്ടടോ. എന്റെ മകൻ തീയാണ്, എന്റെ മകൻ തീയാണ്, അവനോട് നിങ്ങൾ കളിക്കണ്ട, കരിഞ്ഞു പോകും, കത്തിപ്പോകും എന്ന് സ്വന്തം മകനെ പറ്റി എപ്പോഴും പറയാറുള്ള മഹാനായ താജുൽ ഉലമയുടെ ദർബാറിലേക്ക് ആ മകൻ കയറി വരികയാണ്. അന്നേരത്ത് ദർസെടുത്തുകൊണ്ടിരിക്കുകയാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമയോട് മകൻ ആരാ വന്നത്? ഹാമിദ് കോയമ്മയാണ് വന്നത്. അന്നേരത്ത് വാപ്പ ചോദിക്കുകയാണ്, ഏത് ഹാമിദ് കോയമ്മ? സ്വന്തം മകനെ പോലും പലപ്പോഴും തിരിച്ചറിയുന്നില്ല താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ. അതേ സമയത്ത് എടുക്കുന്ന കിതാബ് ഏതാണ്? ഹംദുള്ളയും ഖാളിയുമാണ്. ഒരു ഇബാറത്ത് പോലും തെറ്റില്ലാതെ, ഒരു ഇഅ്റാബ് പോലും പിഴയ്ക്കാതെ വായിക്കുന്ന മിടുക്കന്മാരായ മുതഅല്ലിമീങ്ങൾ ഇബാറത്തുകൾ പിഴപ്പിച്ചു വായിച്ചാൽ അപ്പോഴേ അവിടെ നിന്ന് കാണാതെ, കിതാബ് നോക്കാതെ, കാണാതെ ദർസെടുക്കുകയാണ്, കാണാതെ തിരുത്തുകയാണ്. ആ ഇബാറത്ത് കാണാതെ ഒരു ഇഅ്റാബെങ്ങാനും തെറ്റിയാൽ, അല്ലെങ്കിൽ വായനയിൽ അല്പം പിഴവ് സംഭവിച്ചാൽ ആ ഇഅ്റാബിന്റെ തുടക്കം, ആ ഇബാറത്തിന്റെ തുടക്കം മുതൽ അതിന്റെ ഒടുക്കം വരെയും ആ ഇരുന്ന ഇരിപ്പിൽ കാണാതെ പറയുകയാണ് താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ. ആ താജുൽ ഉലമയ്ക്ക് സ്വന്തം പ്രിയപ്പെട്ട മകൻ വന്നപ്പോൾ ആ മകനെ അറിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. ഞങ്ങളോട് പറയും, എടാ ഇവിടെ കുറച്ചു നേരത്തെ കുറെ തലേക്കെട്ടുകാർ ദർസ് കേൾക്കാൻ വന്നിരുന്നു, അവരുടെ ദർസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏത് തലപ്പാവുധാരികളാണ് താജുൽ ഉലമ ഉള്ളാള് തങ്ങളടുത്ത് ദർസ് കേൾക്കാൻ വന്നതെന്ന്. അത് ഔലിയാക്കളുടെ ലോകമാണ്, അത് മഹാന്മാരുടെ ലോകമാണ്. എനിക്കത് മനസ്സിലാകില്ല, നിങ്ങൾക്കത് മനസ്സിലാകില്ല സഹോദരങ്ങളെ. അങ്ങനത്തെ ശ്രേഷ്ഠരായ ഔലിയാക്കൾ താജുൽ ഉലമ ഉള്ളാള് തങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കറാഹത്ത് മനഃപൂർവ്വം അവിടുന്ന് ചെയ്തിരുന്നില്ല. 2 വർഷക്കാലം അവിടുത്തെ മുന്നിലിരുന്ന് ദർസ് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി.
അവിടുത്തെ അവസാന ദർസെടുക്കുന്ന വിദ്യാർത്ഥികളിൽ ഒന്നപ്പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഒരൊറ്റ ക്ലാസ്സിൽ പോലും ഒരൊറ്റ ആലിമീങ്ങളെയും ആക്ഷേപിച്ച് അവിടുന്ന് സംഭാഷണം നടത്തിയിട്ടില്ല. ഒരൊറ്റ ദർസിൽ പോലും ഒരു ഉലമായിനെയും പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ക്ലാസ് മാത്രം എടുക്കും. ചിലപ്പോൾ ചില മുത്തഅല്ലിമീങ്ങൾ പറയും എന്റെ കാല് സർജറി ചെയ്യണമെന്ന്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ചിക്കമംഗളൂരുകാരനായ അബ്ദുൽ സലീം മദനി, അവന്റെ കാല് സുഖമില്ലാതെ MBA കാരനാണ്, മദനിയാണ് അബ്ദുൽ സലീം ചിക്കമംഗളൂർ. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നയാളാണ്. അള്ളാഹു ആ കുടുംബത്തിന് ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒരു വലിയ ഉമ്മയുണ്ടായിരുന്നു, നല്ലൊരു ഉമ്മ. ആ ഉമ്മ മരണപ്പെട്ടു പോയി, അജ്ജുമ്മ. ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, സലീം എന്നോട് പറഞ്ഞു, ഒന്ന് പറയൂ യാസീനെ, സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടറിന്റെ കാലിന് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന്. മംഗളൂരിലെ ഏതോ ഹോസ്പിറ്റലിലുള്ള വിദഗ്ധനായ ഒരു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് സർജറി ചെയ്യണമെന്ന്, കാലിന്റെ മുട്ട്. ഞാൻ പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഇത് സലീം, ഇവന്റെ കാല് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. പോടാ, അത് സർജറി ഒന്നും ചെയ്യണ്ടടാ, ഒന്നും ചെയ്യണ്ടടാ. ഇന്ന് വരെ വല്ലാഹി സത്യം, ഇന്ന് വരെ സലീമിന്റെ കാലിന്റെ മുട്ട് സർജറി ചെയ്തിട്ടില്ല. ഏതോ സ്കിൽഫുള്ളായ വിദഗ്ധനായ മംഗളൂരിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ കാലിന് വേദന എടുത്തു ചെന്നപ്പോ സർജറി ചെയ്യണമെന്ന് വിധിച്ചതാണ്. അതും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് വിധിച്ചതാണ്. താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ പറഞ്ഞു, വേണ്ടടാ, സർജറി വേണ്ടടാ. ഇന്ന് വരെ സർജറി ചെയ്തിട്ടില്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഉലമാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ, അള്ളാഹുവിന്റെ മഹാന്മാർ, അവരുടെ നാവുകൾക്ക് അവരുടെ നാവുകൾക്ക് അസറുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ ഫലപ്രദമാകുകയാണ്. ഞങ്ങൾ ദർസ് നടത്തിക്കൊണ്ട് ദർസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഉപ്പ വരികയാണ്. ഉടുപ്പി ശൈഖുന ഇങ്ങനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഉടുപ്പിയിൽ നിന്നുള്ള മുക്രിക്കയാണല്ലോ വരുന്നത്. എന്താ മുക്രിക്ക? സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വന്തം മകൻ വന്ന് പേര് പറഞ്ഞിട്ട് പോലും അറിയാത്ത ശൈഖുന അദ്ദേഹം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ, വടിയും കുത്തിപ്പിടിച്ചൊരു പ്രായമുള്ള ഒരു ഉപ്പ ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോഴേ ശൈഖുന പറഞ്ഞു, ഉടുപ്പിയിൽ നിന്നുള്ള മുക്രീക്കയാണല്ലോ വന്നത്, എന്താ മുക്രീക്ക? അപ്പൊ അത്രയും ആത്മബന്ധമുള്ള മനുഷ്യനാണ് കയറി വന്നിരിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ പുള്ളി മീൻസ് പേരക്കുട്ടി, അവൻ ആക്സിഡന്റ് ആയിട്ട് പൽക്ക പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ചെറിയ പേരക്കുട്ടിക്ക് അപകടം പറ്റിയിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. ഡോക്ടർമാര് പറയുന്നത് ഇനി ആ കുട്ടി സംസാരിക്കില്ലെന്നാണ്. അന്നേരത്ത് കാല് ദർസ് എടുത്തുകൊണ്ടിരുന്ന ഷംസു മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ ആ ദർസ് തീർന്നതേ ഉള്ളൂ. അവിടെ ഖാദിമ് കൊണ്ടുവച്ച് ഓറഞ്ച് എടുത്ത് വായിലിട്ടിരിക്കുകയാണ്. ആ വായിലിട്ട ഓറഞ്ച് ഇങ്ങനെ ഊർത്തിയെടുത്തിട്ട് പറഞ്ഞു, ഈ ഓറഞ്ച് കൊണ്ടുപോയി കൊടുക്ക്, ഓൻ പൽക്ക പറഞ്ഞുകൊള്ളും. സഹോദരങ്ങളെ, രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അതേ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അതേ മുക്രീക്ക വരികയാണ്. കയ്യിൽ സംസം വെള്ളമുണ്ട്, ഈത്തപ്പഴമുണ്ട്. ആ സംസം വെള്ളവും ഈത്തപ്പഴവും കുറെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വരികയാണ്. തങ്ങളുപ്പാപ്പ ശൈഖുന തന്ന ഓറഞ്ച് കൊടുത്തു. എന്റെ കുട്ടി, എന്റെ പുള്ളി, അവൻ പൽക്ക പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, തങ്ങൾ കൊടുത്ത ഓറഞ്ച് കൊടുത്തപ്പോൾ എന്റെ പേരക്കുട്ടി വർത്തമാനം പറഞ്ഞു എന്ന് സന്തോഷം പറയാൻ വേണ്ടിയാണ് ആ പാവപ്പെട്ട പ്രായമുള്ള മനുഷ്യൻ വീണ്ടും കുറെ സമ്മാനങ്ങളുമായിട്ട് വന്നത്. ആ സമ്മാനങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ മുത്തഅല്ലിമീങ്ങളായ 10-60ഓളം മുത്തഅല്ലിമീങ്ങളുണ്ട് ദർസ് കേൾക്കാൻ. അവർക്ക് മുഴുവനും വീതിച്ചു കൊടുക്കുകയാണ് താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ. ഔലിയാക്കൾ അങ്ങനെയാണ്. അയ്യുൽ ഇസ്ലാം, ഏറ്റവും നല്ല അഫ്ളലു ഇലയ്യ യാ റസൂലല്ലാഹ്, എനിക്കേറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഭക്ഷണം കൊടുക്കു സഹോദരാ. ഔലിയാക്കളെല്ലാം അങ്ങനെയാണ്. അജ്മീറിൽ പോയാൽ സഫർ ചലോ ദിക്ക ജമീരേ, ദേഖ് ചലോ ഖാജ മൊയ്നേ, മദദ് കരോ നൂർ തഹൂറേ, മദദ് കരോ നൂർ തഹൂറേ, യാ മൊയ്നുദ്ദീനെ ബാവ, യാ മൊയ്നുദ്ദീൻ സഫർ
चलो सफर चलो सफर